കിങ് കോങ്. കോങ്ങിന്റെ ജേർണി തന്നെയാണ് നമ്മൾ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത്. 60-കളിലത്തെ ആ ഒരു ജപ്പാനീസ് കോങ്ങിന് ശേഷം പിന്നെ നമ്മൾ 70-ലേക്ക് വരുമ്പോൾ കോങ് പടങ്ങൾ അമേരിക്കക്കാരാണ് ക്രിയേറ്റ് ചെയ്തത്. വെൽക്കം ബാക്ക് ടു ചാനൽ ഫ്രണ്ട്സ്. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് നിതിൻ, കൂടെ മെജോം ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുന്നു. ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ ഒരു മൂന്നാമത്തെ പാർട്ടിൽ നമ്മൾ 70-കളിൽ വന്നിട്ടുള്ള കോങ് പടങ്ങളെ പറ്റിയിട്ടാണ്. അപ്പോൾ ഈ ഒരു മൂവിയുടെ ടൈറ്റിൽ കിങ് കോങ് തന്നെയായിരുന്നു. ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് അയൺമാൻ 1-ത്തെ വില്ലൻ, നമുക്ക് ഭയങ്കര വെറുക്കുന്നൊരു വില്ലനാണ്, ഒബഡയ സ്റ്റോൺ എന്ന് പറഞ്ഞ വില്ലൻ. ഈ വില്ലനോട് അഭിനയിച്ചത് ജെഫ് ബ്രിഡ്ജസ് ആണ്. അപ്പോൾ ഇദ്ദേഹമാണ് ഈ പടത്തിലത്തെ മെയിൻ ആക്ടറും. അതുപോലെ തന്നെ നടി ജെസിക്ക ലാംഗയാണ് അമേരിക്കൻ ഹൊറർ സ്റ്റോറി എന്ന സീരീസിലുള്ള ഒരു ആക്ട്രസ്. അതിനെ കൂടെ തന്നെ റിക് ബേക്കർ, ഇദ്ദേഹം സ്റ്റാർ വാർസിൻ്റെ പ്ലാനറ്റ് ഓഫ് എപ്സിൻ്റെ മേക്കപ്പ് എഫക്ട്സ് ചെയ്തിട്ടുള്ള ആളാണ്. ഇദ്ദേഹമാണ് കോങ് ആയിട്ട് ഈ പടത്തിൽ അഭിനയിച്ചത്. നമ്മുടെ ആദ്യത്തെ കോങ്ങിൻ്റെ റീമേക്ക് തന്നെയായിരുന്നു ഈ ഒരു മൂവി. പക്ഷേ ഇതിലെ കഥാപാത്രങ്ങളും ഫുള്ള് സെറ്റിങ്സ് ഒരു 1970s കാലഘട്ടമായിരുന്നു. പെട്രോമാക്സ് ഓയിൽ കമ്പനി ഒരു ഐലൻഡ് കണ്ടുപിടിക്കുന്നത് ഇന്ത്യൻ ഓഷനിൽ. അങ്ങനെ അവർ കുറച്ച് ആൾക്കാർ ഒരു എക്സ്പെഡീഷൻ അവിടേക്ക് വിടുന്നതാണ്, അവിടെ ഓയിൽ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ ആ ഒരു ഐലൻഡിൽ. ഈ ഷിപ്പിലേക്ക് ഒരു പ്രൈമേറ്റ് പാലിയന്റോളജിസ്റ്റ് ആയ ജാക്ക് പ്രസ്കോട്ട്, ജെഫ് ബ്രിഡ്ജസിൻ്റെ കഥാപാത്രം, ഈ ഷിപ്പിലേക്ക് കയറി പറ്റുന്നതാണ്. അതുപോലെ തന്നെ അവരെ വാൺ ചെയ്യുന്നതാണ് ആ ഒരു ഐലൻഡിൽ പോകുന്നതിനെ പറ്റിയിട്ട്. കാരണം അവിടെ പോകരുത്, അവിടെ കഴിഞ്ഞ എക്സ്പെഡീഷനിൽ പോയിട്ടുള്ള ഒരു റേഡിയോ മെസ്സേജ് തന്നെ ഉണ്ടായിരുന്നു, ഒരു ഭയങ്കര ഒച്ചയുള്ള ഒരു ബീസ്റ്റിനെ പറ്റിയിട്ട്. ദ റോർ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ബീസ്റ്റ് എന്നായിരുന്നു ആ ഒരു മെസ്സേജ്. ഇദ്ദേഹത്തിന് അങ്ങനെ അവർ ലോക്ക് ചെയ്ത് ഇടുന്നതാണ്. അങ്ങനെ എക്സ്പെഡീഷൻ്റെ ഒരു ഫോട്ടോഗ്രാഫർ ആക്കുകയും ചെയ്യും ഈ ഒരു ആക്ടറിന്, ഈ ഒരു ക്യാരക്ടറിനെ. പോകുന്ന വഴിക്കാണ് ഒരു ഭയങ്കര ഭംഗിയുള്ള ഒരു പെണ്ണിനെ അവർ റെസ്ക്യൂ ചെയ്യുന്നത്. ഡ്വാൻ, ജെസിക്ക ലാംഗയാണ് ഈ കഥാപാത്രം അഭിനയിക്കുന്നത്. ഒരു ലൈഫ് ബോട്ടിൽ നിന്നാണ് പുള്ളിക്കാരൻ രക്ഷിക്കുന്നത്. ജാക്കിനാണെങ്കിൽ ഡ്വാനിൻ്റെ അടുത്ത് അട്രാക്ഷനും വരികയും ചെയ്യും. ഓഫ്കോഴ്സ് ആ ഒരു ലവ് സ്റ്റോറി അവിടെ ഇങ്ങനെ ക്രിയേറ്റ് ആവും. അങ്ങനെ അവർ ഐലൻഡിൽ എത്തിയതിനു ശേഷം അവിടുത്തെ ലോക്കൽ ട്രൈബ് ഡ്വാനിനെ, ഒരു മോൺസ്റ്ററിനെ സാക്രിഫൈസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. ആ മോൺസ്റ്ററാണ് കോങ്. അങ്ങനെ ഈ കോങ് ഡ്വാനിനെ കൊണ്ടുപോയി അതിൻ്റെ ഒരു പെറ്റിനെ പോലെയായിരിക്കും കൊണ്ടു നടക്കുന്നുണ്ടാവുക. ഡ്വാൻ ഒരു മഡിലൊക്കെ വീഴുമ്പോൾ കോങ് പുള്ളിക്കാരിനെ എടുത്ത് ഒരു വാട്ടർഫോളിൻ്റെ അവിടെ കൊണ്ടുപോയി വാഷ് ചെയ്യുകയും അങ്ങനെ മൗത്തുനിന്ന് എയർ ബ്ലോ ചെയ്ത് ഡ്രൈ ചെയ്യുകയും ചെയ്യുന്നത്. അങ്ങനത്തെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് ഈ ഒരു മൂവിയിൽ. അങ്ങനെ പ്രസ്കോട്ടും മറ്റുള്ള ഷിപ്പ്മേറ്റ്സും ഡ്വാനിനെ കണ്ടുപിടിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്, പുള്ളിക്കാരിനെ റെസ്ക്യൂ ചെയ്യാനായിട്ട്. അങ്ങനെ കോങ്ങിൻ്റെ അടുത്ത് എത്തുന്നു. കുറച്ച് ഷിപ്പ്മേറ്റുകൾ മരിക്കുകയാണ് ഉണ്ടാവുന്നത്. കോങ് തിരിച്ച് തൻ്റെ ഗുഹയിലേക്ക് കൊണ്ടുപോകുമായിരിക്കും. ഡ്വാനിനെ കൊണ്ടുപോകുന്ന വഴിക്കാണ് ഒരു വലിയൊരു പാമ്പ് അറ്റാക്ക് ചെയ്യുന്നത്. കോങ് ഈ പാമ്പിനെ അറ്റാക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിലായിരിക്കും പ്രസ്കോട്ട് ഡ്വാനിനെ രക്ഷിക്കുന്നതും തിരിച്ച് ഷിപ്പിലേക്ക് പോകുന്നതും. അതിൻ്റെ ഒപ്പം പാമ്പായിട്ടുള്ള ഫൈറ്റ് കോങ് ജയിക്കുകയും ചെയ്യും. ഡ്വാനിനെ തപ്പി തിരിച്ചു പോകുന്ന വഴിക്കാണ് കോങ് ഒരു പിറ്റിലേക്ക് വീഴുന്നതും അവിടെ അൺകോൺഷ്യസ് ആകും. ഓയിൽ കണ്ടുപിടിക്കാൻ വന്ന ആ ഒരു ടീം അങ്ങനെ കോങ്ങിനെ തിരിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്, ഫുള്ള് ചേഞ്ച് ചെയ്തിട്ട്. കോങ്ങിന് അങ്ങനെ സിറ്റിയിൽ വീണ്ടും മുമ്പത്തെ ആ ഒരു മൂവിയിലത്തെ പോലെ തന്നെ എക്സിബിറ്റ് ആയിട്ട് കാണിക്കുകയാണ് ഉണ്ടാവുന്നത്, ബ്യൂട്ടി ആൻഡ് ദ ബീസ്റ്റ് എന്നുള്ള ഒരു ടൈറ്റിൽ. കോങ് ഇങ്ങനെ ഡ്വാനിനെ കാണുകയാണ്. ഡ്വാനിനെ ചുറ്റുമാണെങ്കിൽ ഫുള്ള് റിപ്പോർട്ടേഴ്സും കാര്യങ്ങളാണ്. അവർ ഡ്വാനിനെ അറ്റാക്ക് ചെയ്യുകയാണെന്ന് വിചാരിച്ച് അങ്ങനെ ബ്രേക്ക് ഫ്രീ ചെയ്ത് ഡ്വാൻ്റെ അടുത്തേക്ക് വരാൻ നോക്കുകയാണ് കോങ്. പ്രസ്കോട്ടും ഡ്വാനും അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. പിന്നാലെ കോങ്ങുമുണ്ട്. പ്രസ്കോട്ട് വിളിച്ച് പറയുകയും ചെയ്യും ആർമിയുടെ അടുത്ത്, അതായത് ഒരു സത്യം ചെയ്യണമെന്നുള്ളത്, കോങ്ങിനെ കൊല്ലരുത് എന്നുള്ളത്. കോങ് ട്വിൻ ടവേഴ്സ് ക്ലൈംബ് ചെയ്യുകയാണ് ഉണ്ടാവുക. കൂടെ ഡ്വാനിനെയും എടുത്തുണ്ടാവും. ആ ഒരു ട്വിൻ ടവറിൻ്റെ സൗത്ത് ടവറിലായിരിക്കും കയറുന്നുണ്ടാവുക. കൂടെ ജാക്കും മിലിറ്ററിയും പിന്നാലെ. മിലിറ്ററി അറ്റാക്ക് ചെയ്യും ഫ്ലെയിം ത്രോവേഴ്സും ഒക്കെ വെച്ചിട്ട്. അങ്ങനെ കോങ് നേരെ നോർത്ത് ടവറിലേക്ക് പിന്നെ ജമ്പ് ചെയ്യും. അവിടെ വെച്ച് ഹെലികോപ്റ്റേഴ്സ് അറ്റാക്ക് ചെയ്യും. ഡ്വാൻ ആണെങ്കിൽ കോങ്ങിൻ്റെ കയ്യിലുമുണ്ട്. ആ ഒരു ടവറിൽ ജമ്പ് ചെയ്തതിന് ശേഷം അവിടെ വെച്ച് മിലിറ്ററി ഹെലികോപ്റ്റേഴ്സ് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കും കോങ്ങിനെ. പക്ഷേ ഡ്വാൻ സ്റ്റോപ്പ് ചെയ്യാൻ പറയും ആ ഒരു ഷൂട്ടിങ്, കോങ്ങിനെ വെടിവെക്കരുത് എന്നുള്ളത്. പക്ഷേ എന്താ പറയുക, വിധി എന്ന് പറയുന്ന പോലെ തന്നെ ഹെലികോപ്റ്ററിൻ്റെ ആ ഒരു ഫയറിങ് കാരണം തന്നെ കോങ്ങിന് പരിക്ക് പറ്റുകയും താഴെ വീണ് മരിക്കുകയാണ് ഉണ്ടാവുന്നത്. ഈ മൂവിയുടെ ഹിറ്റ് തന്നെയായിരുന്നു ആ ഒരു കൊല്ലം. ആ ഒരു വർഷത്തെ 4ാമത്തെ ഹയസ്റ്റ് ഗ്രോസിംഗ് മൂവിയായിരുന്നു കിങ് കോങ്. അതുപോലെ തന്നെ ഒരു ഓസ്കർ ലഭിച്ചിട്ടുണ്ട് ഈ ഒരു പടത്തിന്, വിഷ്വൽ എഫക്ട്സിന്. ഇത് നമ്മുടെ ഗോഡ്സിലേക്കും കിട്ടി, പക്ഷേ കിട്ടിയത് ഇക്കൊല്ലമായിരുന്നു എന്നുള്ളത്. 2024 VFX എന്നുള്ള അവാർഡ് കിട്ടിയത്. ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് റിലീസ് ചെയ്തിരുന്നു 10 വർഷത്തിന് ശേഷം. കിങ് കോങ് ലിവ്സ് എന്നായിരുന്നു ഇതിൻ്റെ ടൈറ്റിൽ. ഈ മൂവിയിൽ അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ മദർ ഓഫ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ജോൺ കോണർ.
ടെർമിനേറ്റർ മൂവീസിൽ തന്നെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആ ഒരു ആക്ട്രസ് ആണ് ലിൻഡ ഹാമിൽട്ടൺ. ഇതിന്റെ കഥയെ പറ്റി പറയുകയാണെങ്കിൽ ആ ഒരു ഫസ്റ്റ് പാർട്ടിന്റെ കണ്ടിന്യൂഷൻ ആണ്. ആ ഒരു ട്വിൻ ടവേഴ്സിന് മുകളിൽ നിന്ന് വീണതിന് ശേഷം കോങ് ഒരു കോമ സ്റ്റേജിലാണ് ഒരു അറ്റ്ലാന്റിക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. അതും ഡോക്ടർ ഏമി ഫ്രാങ്ക്ലിൻ ലിൻഡ ഹാമിൽട്ടന്റെ കഥാപാത്രത്തിന്റെ ലീഡർഷിപ്പിലാണ്. കോങ്ങിനെ രക്ഷപ്പെടുത്തണമെങ്കിൽ ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് നടക്കണം. ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ ഹാർട്ട് ഉണ്ടാക്കും. പക്ഷെ ആ ഒരു പ്രോസസ്സിനിടയിൽ കോങ്ങിന് ഇഷ്ടംപോലെ ബ്ലഡ് നഷ്ടപ്പെടുകയാണ്. അങ്ങനെ ഒരു ട്രാൻസ്ഫ്യൂഷന്റെ ആവശ്യം വരുന്നു. കോങ്ങിന്റെ ബ്ലഡ് ആണെങ്കിൽ മറ്റ് ഏപ്സ് ആയിട്ട് മാച്ച് ആവാത്തത് കൊണ്ട് തന്നെ ഹാങ്ക് മിച്ചൽ എന്നൊരു ഏപ്പ് അഡ്വഞ്ചറർ ബോർണിയോയിലേക്ക് യാത്ര ചെയ്യുന്നതാണ് ഒരു വലിയൊരു ഏപ്പിനെ കണ്ടുപിടിക്കാൻ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന് വേണ്ടി. അവിടെ വെച്ചിട്ട് ഒരു വലിയ ഫീമെയിൽ കോങ്ങിനെ കണ്ടുപിടിക്കാനുണ്ടാവുന്നത് ലേഡി കോങ് എന്ന് ഇതിനെ വിളിക്കും. ഇതിനെ തിരിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്യും ട്രാൻസ്ഫ്യൂഷൻ സക്സസ് ആവുന്നതിന് ശേഷം രണ്ടുപേരുമായ കോങ്ങും ലേഡി കോങ്ങും അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യും. അങ്ങനെ ആർമി ഇവരുടെ പിന്നാലെയും ഉണ്ടാവും. ആക്കി നെവിറ്റ് എന്ന് പറഞ്ഞ കേണൽ ഇവരെ ഹണ്ട് ചെയ്യാനും നോക്കും. രണ്ട് കോങ്ങുകൾ ലേഡി കോങ്ങിനെ ക്യാപ്ചർ ചെയ്യും കേണൽ. പക്ഷേ കോങ് ആ ഒരു ഫൈറ്റിന്റെ ഇടയിൽ ക്ലിഫിന്റെ മുകളിൽ നിന്ന് വീണ് മരിച്ചു എന്നാണ് ആൾക്കാർ വിചാരിക്കുക. ഡോക്ടർ ഏമിയും ഹാങ്ങും കൂടി ലേഡി കോങ്ങിനെ രക്ഷപ്പെടുത്താൻ നോക്കും. പക്ഷെ അപ്പോഴേക്കും കിങ് കോങ് തിരിച്ചു വന്ന് ലേഡി കോങ്ങിനെ രക്ഷപ്പെടുത്തുകയാണ് ഉണ്ടാവുക. അതിനുശേഷം ഡോക്ടർ ഏമി രണ്ട് കാര്യങ്ങളാണ് കണ്ടുപിടിക്കുക. ഒന്ന്, കോങ്ങിന്റെ ആർട്ടിഫിഷ്യൽ ഹാർട്ട് ഫെയിൽ ആയിക്കൊണ്ടിരിക്കുന്നതും അതുപോലെ തന്നെ അതിന്റെ ഇടയിൽ ലേഡി കോങ് പ്രഗ്നന്റ് ആണെന്നുള്ളതും. അതിനുശേഷം ആർമി വീണ്ടും അറ്റാക്ക് ചെയ്യുകയാണ് ഉണ്ടാവുന്നത്. ഭയങ്കര വീക്കായിട്ടുള്ള കിങ് കോങ് ഫൈറ്റ് ബാക്ക് ചെയ്യും. അതിന്റെ ഇടയിൽ കേണലിനെ കൊല്ലുകയും ചെയ്യും. പക്ഷെ പുള്ളിക്കാരന്റെ ഹാർട്ട് വളരെ ഒരു ക്രിട്ടിക്കൽ കണ്ടീഷനിലായിരിക്കും കോങ്ങിന്റെ. ലേഡി കോങ് ഒരു മകന് ജന്മം നൽകും. കോങ് അങ്ങനെ മകന് തൊട്ടതിന് ശേഷം മരിക്കുകയാണ് ഉണ്ടാവുന്നത്. ലേഡി കോങ്ങും കുട്ടിയും കൂടി തിരിച്ച് ബോർണിയോയിലേക്ക് റിട്ടേൺ ചെയ്യുകയും ചെയ്യും. ഈ മൂവിയായിരുന്നു അവസാനമായിട്ട് കോങ്ങിനെ ഒരു കോസ്റ്റ്യൂംഡ് വേർഷൻ ആയിട്ട് കാണുന്നത്. ഒരാൾ കോങ്ങിന്റെ കോസ്റ്റ്യൂം ധരിച്ചിട്ടുള്ള ആ ഒരു വേർഷനിൽ കാണിച്ചിട്ടുള്ളത്. അതിനുശേഷമുള്ള കോങ്ങുകളെല്ലാം CGI ആണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ മൂവിയിൽ ആദ്യമായിട്ടാണ് ആ ഒരു ഫീമെയിൽ ഏപ്പിനെയും കാണിച്ചിട്ടുള്ളതും അവരുടെ ലവ് സ്റ്റോറിയും കാണിച്ചിരിക്കുന്നത്. മൂവി ഡെഫിനറ്റ്ലി അതിലൊരു ഫ്ലോപ്പ് ആയിരുന്നു. പക്ഷെ ഒരു പുതിയ കിങ് കോങ് പടം പിന്നെ ഉണ്ടാക്കിയത് 19 വർഷങ്ങൾക്ക് ശേഷമാണ്. കോങ്ങിന്റെ മൂവീസിലെ ജേർണി ഭയങ്കര വ്യത്യസ്തവും ഡിഫറൻറ്റും തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു സീരീസ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഇനി കുറച്ച് പാർട്സും കൂടെയാണ് കിങ് കോങ്ങിന്റെ ആ ഒരു ജേർണീനെ പറ്റിയിട്ട് പറയാനുള്ളത്. ആൻഡ് വെയിറ്റ് ചെയ്യുക പുതിയ വീഡിയോസിന് വേണ്ടിയിട്ട്. നിങ്ങളെ സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യം. സോ പുതിയ വീഡിയോയിൽ എന്തായാലും കാണാം. എല്ലാവരും ടേക്ക് കെയർ.